യോ ഗായ്സ്, നമ്മൾ ഓസ്ട്രേലിയ വന്നിട്ട് നമ്മുടെ ആദ്യത്തെ മല കയറാനുള്ള തയ്യാറെടുപ്പാണ്. ഇപ്പോൾ രാവിലെ സമയം 6:30 നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിക്കാനുള്ള ഫുഡെല്ലാം പാക്ക് ചെയ്തു. ഇവിടെ നിന്നൊരു 2 മണിക്കൂർ ദൂരമുണ്ട്. അപ്പം നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, അപ്പം ആളുടെ വീട്ടിൽ ചെന്നിട്ട് ഒരുമിച്ച് പോകാം എന്നാണ് പ്ലാൻ. നോക്കാം. തണുപ്പ് കാരണം മഞ്ഞാണ് ഗായ്സ്, മഞ്ഞല്ല മിസ്റ്റ്. ഗായ്സ്, നമ്മളങ്ങനെ നമ്മുടെ ഫ്രണ്ടിൻ്റെ വീടെത്തി. ഇനി ഇവിടെ നിന്ന് വേണം പോകാൻ. കുറച്ച് ലേറ്റായി ഉണ്ട്, നോക്കാം. Like, you will get a free ticket, but still it won't be big, right? Guys, അങ്ങനെ നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തി. നമ്മുടെ ഫ്രണ്ട് താണ്ട് അവിടെ വണ്ടി പാർക്ക് ചെയ്യുന്നു. ഇനി ഇവിടെ നിന്നാണ് നമ്മൾ മല കയറാൻ തുടങ്ങുന്നത്. ഇവിടെ നിന്ന് ഇവിടെ മല എന്നറിയത്തില്ല, മൗണ്ട് കോർഡിയക്സ് അങ്ങനെ എന്തോ ഒരു മലയാണ് നമ്മളിന്ന് കയറാൻ പോണത്. ബ്രിസ്ബെയിനിൽ നിന്ന് ഏകദേശം ഒരു 100 മിനിറ്റ്സ്, ഒരു 2 മണിക്കൂർ ഡ്രൈവ് ഉണ്ടായിരുന്നു. ഇത് ശരിക്കും ഗോൾഡ് കോസ്റ്റ് കൗൺസിലാണുള്ളത്. കയറുമ്പം കാണിക്കാം എങ്ങനെയുണ്ട് സംഭവം എന്ന്. ഈ ഒരു ട്രാക്കാണ് നമ്മളിന്ന് പോകാൻ പോണത്. നമ്മളിതാണ് ചെയ്യാൻ പോണേ. നമ്മുടെ വീടാണ്. ഇവിടെ എത്തുന്നു, തിരിച്ചു വരുന്നു. So I'll be speaking in Malayalam. So sorry, I thought you were talking in the no, I was saying like I'll like go on speaking in Malayalam when I take videos. Is that okay? ഇങ്ങനെയാണ് മണ്ടക്കോട്ടുള്ള ട്രെയിൽ എന്ന് തോന്നുന്നു. നമ്മുടെ നാട്ടിലെ പറമ്പിൽ കൂടെ നടക്കുന്ന പോലെ ഉണ്ട്. പറയപ്പെടെല്ലാം മരം, അല്ലാണ്ട് ഒരു മല കയറുന്നതായിട്ട് ഉള്ള ഫീലേ കിട്ടുന്നില്ല. ഓൾമോസ്റ്റ് നമ്മൾ മേളിലെത്തി. താഴെ ആ റോഡിൽ കൂടെയാണ് നമ്മൾ വന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും അവിടെ ഒരു റോഡൊക്കെ കാണാം. ഇവിടെ അടിപൊളി കാറ്റാണ്. കുറച്ചുകൂടെ ഉള്ളു മേലോട്ടെത്താനായിട്ട് മേലെത്തിയിട്ട് വ്യൂ നോക്കാം. ചെറിയൊരു തുരങ്കം പോലെ പണ്ടങ്ങാണ്ട് ആൾക്കാരുണ്ടാക്കി, ആരല്ല 2 പേര് ചേർന്ന് ഉണ്ടാക്കിയിട്ട് ഇവിടെ സ്വർണ്ണം ഉണ്ടെന്ന് പറഞ്ഞ് മൈൻ ചെയ്യാനായിട്ട് വന്നതാണ്. പക്ഷേ സ്വർണം കിട്ടിയില്ല, ഓട്ടം ഉണ്ടാക്കിയത് മാത്രം മിച്ചം. ഇവിടെ ഒരു വലിയ കുഴി, ഇവിടെ സ്വർണത്തിന് വേണ്ടി കുഴിച്ച് നോക്കിയാന്നാണ് പറയുന്നത്. സുഭാഷ് പോയി. സോ നമ്മൾ ടോപ്പെത്തി. ഇതാണ് ഇവിടുത്തെ വ്യൂ പോയിൻറ്റ്, മൗണ്ട് കോർഡക്സ്. മല കീഴടക്കി എന്ന് പറയാൻ പറ്റത്തില്ല. മല കീഴടക്കണമെങ്കിൽ എൻ്റെ മേളിൽ കയറണം. പക്ഷേ അവിടെ എൻ്റെ ഓഫ് ട്രാക്ക് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ മേളോട്ട് പോകരുത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പോകരുത് എന്ന് പറഞ്ഞ് എഴുതി വെച്ചേക്കുന്നിടത്ത് പിന്നെ പോകുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് നമ്മൾ പ്രോപ്പറായിട്ടുള്ള സ്ഥലത്ത് വെച്ച് നിർത്തുന്നു. So this is Mount Cortex. സംഭവം ഒരു ഈസി ഹൈക്ക് കാരണം ട്രെയിലൊക്കെ കണ്ട പക്കായിട്ടിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് നടന്നു കയറിയാൽ മതി. വലിഞ്ഞു കയറാനും റോക്ക് ക്ലൈംബ് ചെയ്യാനോ ഒന്നും ഒരു സാധനമില്ല. അതുകൊണ്ട് ബ്രിസ്ബെയിനിലെ ഗോൾഡ് കോസ്റ്റ് ഉള്ളവർക്ക് ജസ്റ്റ്
ഒരു ദിവസം ഇതിപ്പോൾ ഞങ്ങൾ 9 മണി ആയപ്പോഴത്തേന് താഴെ ബേസിലെത്തി. അവിടെ നിന്ന് ഇപ്പോൾ എന്താണ്ട് 10-10:15 1.5 മണിക്കൂർ കൊണ്ട് നമ്മൾ നടന്നു കയറി. ഓൾമോസ്റ്റ് 3 കിലോമീറ്റേഴ്സ് 3.5 കിലോമീറ്റേഴ്സ് ആണെന്ന് തോന്നുന്നു വൺ സൈഡ്. ഇനിയും അവർ തന്നെ പറയുന്നത് 2.5 കിലോമീറ്റർ കൊണ്ട് അപ്പ് ആൻഡ് ഡൗൺ എന്നാണ്. സോ ഒരു ഈസി ഹൈറ്റാണ്, നത്തിങ് ഡേഞ്ചറസ്. രാവിലെ ഇറങ്ങി വൈകുന്നേരം തിരിച്ച് ബ്രിസ്ബെയിനിൽ എത്തത്തക്ക രീതിയിൽ പ്ലാൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഹൈറ്റാണ്. ഓക്കെ, ഹായ്, മീറ്റ് മൈ ഫ്രണ്ട് മാഷ്. Hi. ഹായ്. നമ്മൾ ആ പീക്കിൽ നിന്നല്ല, നമ്മൾ കുറച്ച് മുന്നേ നിന്നിടത്തുനിന്ന് ഇപ്പുറത്തോട്ടൊരു വേറൊരു ട്രാക്ക് ഉണ്ട്, ബെയർ റോക്ക് ട്രാക്ക്. അപ്പം നമ്മളിങ്ങോട്ട് വരുന്നില്ലെന്ന് വിചാരിച്ചായിരുന്നു സമയക്കുറവ് കാരണം. പക്ഷെങ്കിൽ വഴിയെ കണ്ടൊരു ആൾ പറഞ്ഞു കുറച്ച് ദൂരം ഇങ്ങോട്ട് അങ്ങനെ നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങിയാണ്. പക്ഷേ ദിസ് ട്രാക്ക് ഈസ് അടിപൊളി. മറ്റേത് അടിപൊളിയാണ്, പക്ഷെങ്കിൽ ഇത് കുറേ കൂടെ നമുക്കൊരു നാട്ടിലിപ്പോൾ നമ്മൾ ഒരു മലയിൽ കയറുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല കാറ്റാണ്, ഇത് കണ്ടു കഴിഞ്ഞാൽ അറിയാം, അടിപൊളി കാറ്റാണ്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഈ പാറയുടെ അപ്പുറത്തെ സൈഡിലായിരുന്നു നമ്മൾ നിന്നോണ്ടിരുന്നത്. ഇപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ ഈ പാറ കയറാൻ, പക്ഷേ പാറ കയറാൻ പറ്റത്തില്ല. ഇവിടെ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ ഇനി ഒരു റെയിൻ ഫോറസ്റ്റ് ആണെന്ന് പറയുന്നത്. നമുക്ക് മൊത്തം പോകാൻ പറ്റത്തില്ല. കുറച്ച് നേരം പോകണം.